ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 2025-26 ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നായിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള ഡിഗ്രി, PG, BEd ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ, അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നിലവിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രി, അതേപോലെ PG, BEd ഉൾപ്പെടെയുള്ള കോഴ്സുകൾ അപേക്ഷ വിളിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് നോക്കാം. ഒന്നാമതായിട്ട് PG, അതായത് CSS, ശ്രദ്ധിക്കേണ്ട കാര്യം PG ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള വിവിധ PG കോഴ്സുകളോട്ടുള്ള എൻട്രൻസ് അപേക്ഷ, അതായത് എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അപേക്ഷക ഓൾറെഡി കേരള യൂണിവേഴ്സിറ്റി നേരത്തെ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ, അതായത് 10/5/2025 വരെ കേരള യൂണിവേഴ്സിറ്റി കീഴിൽ വിവിധ PG കോഴ്സുകൾക്ക് അപേക്ഷ സമർപ്പിച്ച ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള വിവിധ കോഴ്സിലോട്ട് അപേക്ഷ സമർപ്പിച്ച എല്ലാ വിദ്യാർത്ഥികളുടെയും ഹോൾ ടിക്കറ്റ് നിലവിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഹോൾ ടിക്കറ്റ് ഇനിയും ഡൗൺലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റി.ac.in എന്ന വെബ്സൈറ്റിൽ വന്ന് PG CSS 2025 എന്നുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ലോഗിൻ ചെയ്തുകൊണ്ട് ഹോൾ ടിക്കറ്റ് നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ടൈം ടേബിൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 22/5/2025 നാളെ മുതലാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. MA ഇംഗ്ലീഷ്, അതായത് നാളത്തെ പരീക്ഷ MA ഇംഗ്ലീഷ്, MSc ബോട്ടണി, അതേപോലെ ബയോളജി, ഇലക്ട്രോണിക്സ്, അപ്ലൈഡ് അക്വാകൾച്ചർ, അതേപോലെ MEd ഉൾപ്പെടെയുള്ള കോഴ്സുകൾ നാളെയാണ് പരീക്ഷ. അതേപോലെ തന്നെ നാളെ ആഫ്റ്റർനൂൺ പരീക്ഷയുണ്ട്. ഇത്തരത്തിൽ ടൈം ടേബിൾ കാര്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 22, അതേപോലെ 23 എന്നീ ദിവസങ്ങളിലാണ്, 23, 24, 26 ദിവസങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് സമയത്തിനനുസരിച്ച് നിങ്ങൾ പരീക്ഷ ഹാളിലോട്ട് എത്തുവാൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇപ്പോൾ എൻട്രൻസ് പരീക്ഷയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉറപ്പെടുത്തുകയാണ്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതും ഡിഗ്രിയും വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി അഡ്മിഷൻ നേരത്തെ തന്നെ അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ +2 വിദ്യാർത്ഥികൾ, നാളെ റിസൾട്ട് കാത്തിരിക്കുന്ന +2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നിലവിൽ 26/5/2025 വരെ ഡിഗ്രി അഡ്മിഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് വിവിധ കോഴ്സുകൾ ഏതൊക്കെയാണ് കോഴ്സുകൾ, അതായത് BSc, അതേപോലെ തന്നെ BA തുടങ്ങിയ വിവിധ കോഴ്സുകൾ കൃത്യമായ രീതിയിൽ ഈ ഒരു പ്രോസ്പെക്ട്സിൽ കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതായത് ഇനിയും മനസ്സിലാക്കാത്ത വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത് BSc വിഭാഗത്തിൽ തന്നെ ബയോളജി, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സൈക്കോളജി, അതേപോലെ BA വിഭാഗത്തിൽ എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം, പൊളിറ്റിക്സ്, സംസ്കൃതം, പിന്നെ അതേപോലെ BCom, BBA എന്നിങ്ങനെയുള്ള വിവിധ മേജർ കോഴ്സുകൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷന് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ശ്രദ്ധിക്കുക, 26/5/2025 വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നാളെ റിസൾട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവർക്കും കൃത്യമായിട്ട് അപേക്ഷ കൊടുക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുത്. ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ, അതായത് +2 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടാണ് അഡ്മിഷൻ ലഭിക്കുക. അതുകൊണ്ട് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്താൻ. ഇനി അതേപോലെ തന്നെ നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയും. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ, അത് ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റി നേരത്തെ തന്നെ അപേക്ഷ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ലൈവായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തുള്ള വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റിനെ വിളിച്ചത്. ഇനി തൊട്ട് അടുത്ത ദിവസങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റിയും BEd അപേക്ഷ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റിയോട് കൂടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും BEd അഡ്മിഷൻ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ BEd അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് തൊട്ടടുത്ത വീഡിയോ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് BEd ഉൾപ്പെടെയുള്ള എല്ലാ കോഴ്സുകളിലെയും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും, കൂടാതെ കരിയർ സംബന്ധമായിട്ടുള്ള പേഴ്സണൽ കൗൺസിലിംഗ് ആവശ്യമായിട്ടുള്ളവർക്ക് താഴെ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൗൺസിലിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണലായിട്ടുള്ള കരിയർ കൗൺസിലിംഗ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള അവസരങ്ങൾ ആവശ്യമായിട്ടുള്ളവർക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അരിച്ചിരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.